കേരള ബഡ്ജറ്റ് കണ്ടല്ലോ, ഞാനും കണ്ടു. അപ്പോൾ ബജറ്റിനെ കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പടക്കണ്ട. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു 3 പോയിന്റുകളുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ പിയേഴ്സൺ മാഷിൻ്റെ അഭിപ്രായം ഒന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. 3 പോയിന്റുകൾ. ഒന്ന്, കോടതി ഫീസ് കൂട്ടാൻ തീരുമാനിച്ചു. കോടതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇപ്പം നിലവിൽ ഏക അവലംബവും ആശ്രയവുമാണ് കോടതി. നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഓടിച്ചെല്ലാവുന്ന സ്ഥലമാണ് കോടതി. സത്യത്തിൽ കോടതികൾ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടതാണ്. കാരണം ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ സെക്കൻഡ് സാറ്റർഡേക്ക് തലേദിവസമുള്ള വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്താൽ അവന് ഉറപ്പായിട്ടും 2 ദിവസം എങ്കിലും ജയിലിൽ കിടക്കും. അങ്ങനെയാണ് സിസ്റ്റം. അപ്പോൾ സത്യത്തിൽ റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് കോടതി. ആളുകൾക്ക് കയ്യിൽ പണമില്ലെങ്കിലും കീശയിൽ ഒന്നുമില്ലെങ്കിലും കോടതിയിൽ സമീപിക്കാൻ അവസരമുണ്ടാക്കുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ആവശ്യം. അപ്പോൾ കേരളം അതിനുള്ള ഫീസ് കുത്തനെ കൂട്ടുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പം പാരമ്പര്യേതര എനർജി, പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളെ വിട്ടിട്ട് നമ്മൾ സൗരോർജ്ജം പോലെയുള്ള ഊർജ്ജ സ്രോതസ്സുകളെ തേടുകയാണ്. കാരണം ഫോസിൽ ഫ്യൂവൽസൊക്കെ തീരാൻ പോകുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ഇളവ് നൽകുമ്പോൾ കേരളം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടാൻ തീരുമാനിക്കുന്നു. അത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന ഇനി കുറയാൻ പോകാം. അപ്പോൾ കേരളം നാട് ഓടുമ്പോൾ അതിന് എതിരെ നിൽക്കുന്ന ഒരു നിലപാടെടുക്കുന്നു എന്നാണ് ഈ 2 കാര്യത്തിൽ എൻ്റെ സംശയം. മൂന്നാമത്തത്, എനിക്ക് സത്യത്തിൽ ചിരി അടക്കാൻ കഴിയുന്നില്ല. കാരണം വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്ന് നമ്മുടെ സർവകലാശാലകളുടെ അവസ്ഥ അറിയാം. അവിടെ പഠിപ്പിക്കുന്നവരുടെ ക്വാളിറ്റി അറിയാം, എങ്ങനെ നിയമനം കിട്ടുമെന്ന് അറിയാം. VC-മാരുടെ കസേരയ്ക്ക് വേണ്ടി കിടക്കുന്ന തമ്മിലടി അറിയാം. പരീക്ഷ എഴുതാത്ത ആളുകൾ വിജയികളായുള്ള റിസൾട്ട് വരുന്നതറിയാം. അങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്ന നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ബാംഗ്ലൂർ മുതലുള്ള അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വിദേശത്തെ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പദ്ധതി ഉണ്ടാക്കുമെന്ന് ബാലഗോപാൽ പറഞ്ഞാൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഈ 3 കാര്യങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അതിൽ ആദ്യത്തെ കോടതി തന്നെ എടുക്കാം. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആ ബഡ്ജറ്റ് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്രതീക്ഷയോട് ബഡ്ജറ്റ് വരുന്നവരെ കാത്തിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റായാലും കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റായാലും സാധാരണക്കാരൻ്റെ പ്രതീക്ഷ അവനതും കൊണ്ട് എന്ത് മെച്ചമാണ്, അവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് എന്ത് ഗുണമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവനെപ്പോഴും നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വിഷയം, അതായത് കോടതിയുടെ ഫീസ് വർദ്ധിപ്പിക്കുക എന്ന് പറയും. ശരിയാണ്. നമ്മളിപ്പോൾ ഈ ജനാധിപത്യത്തിൽ നമ്മൾ 4 സംവിധാനങ്ങളെക്കുറിച്ച് പറയാറുണ്ടല്ല. ആ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന ഈ സംവിധാനം കൊണ്ടാണ് പലരും രക്ഷപ്പെട്ടു പോകണം. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നീതി കിട്ടി നമുക്കിവിടെ ജീവിക്കാനായിട്ട് പറ്റും എന്ന് കരുതുന്നത് ഒരു പ്രതീക്ഷ മറ്റു പ്രതീക്ഷകളൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് പൂർണ്ണമായി നശിക്കാത്തൊരു പ്രതീക്ഷ ഇപ്പോഴും കോടതികളാണ്. അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടില്ല. ഇടക്കിടക്ക് നഷ്ടപ്പെടുന്ന വാർത്തകൾ അവിടെ നിന്നും വരാറുണ്ട്. എങ്കിലും സാധാരണക്കാർക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ നിലനിൽക്കുന്ന കോടതിയിലാണ്. അപ്പോൾ അവിടെയുള്ള ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് കേസുകൾ അത് എത്ര കാലമായിട്ടാണ് കെട്ടിക്കിടക്കുന്നത്. നേരത്തെ സുൻസാർ പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താണ് 24 മണിക്കൂറും പണിയെടുക്കേണ്ട, ആഴ്ചയിൽ 7 അവശ്യ സർവീസായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം കോടതി പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ കോടതിയുടെ കയറുകൊണ്ട് കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ജീവിതം തന്നെ പലരുടെയും കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതും ഒരു വശത്ത് നമ്മൾ കാണും. അയൽക്കാരൻ്റെ വഴിയിലൂടെ പറമ്പിലൂടെ അനധികൃതമായി ഒരു വഴി വെട്ടണമെങ്കിൽ സെക്കൻഡ് സാറ്റർഡേക്ക് വെള്ളിയാഴ്ച വെട്ടും. പിന്നെ കോടതി പോയ സ്റ്റാറ്റസ് കോ പറയും. അത്രയാണ്. അങ്ങനെ സ്റ്റാറ്റസ് കോ നോക്കിയിട്ടാണ് പിന്നെ കോടതി എന്ത് ചെയ്യുന്നത്, അതിൽ തീരുമാനം എടുക്കുക. എന്ന് വെച്ചാൽ അവൻ അന്യായവും അക്രമവും നടത്തി കഴിഞ്ഞാൽ സാക്ഷ്യപത്രം കൊടുക്കുന്ന പരിപാടിയെ കോടതി മാറും. അതാണ് അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാ ദിവസവും കോടതി പ്രവർത്തിക്കുക, ആളുകൾ മാറിയാൽ മതിയല്ലോ. എല്ലാവരും അങ്ങനെ നമുക്കറിയാലോ 7x24 എന്ന് പറയുന്ന സംവിധാനം മിക്കവാറും എല്ലാ മേഖലയിലും പ്രാവർത്തികമായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും അത് ആകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ഫീസ് എന്ന് പറയുന്നത് സൗജന്യമാക്കുക. കോടതി ഫീസ് വേണ്ട എന്ന് തീരുമാനിക്കുക. വക്കീലന്മാർ അവർ വാങ്ങിക്കുന്നതായിട്ടുള്ള ഫീസിനും ഇതേപോലെ ഒരു ലിമിറ്റേഷൻ കൽപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചില വക്കീലന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ കോടതിയിലേക്ക് എത്തുന്നതായിട്ടുള്ള വാദികളുടെയും പ്രതികളുടെയും പോക്കറ്റ് അടിക്കുന്ന ജോലിയാണ് നടത്തിക്കുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളിലേക്ക് കടക്കുന്നതിന് പകരമായിട്ട് അല്ല ഇതിപ്പോ പറയട്ടെ, സർക്കാരും പോക്കറ്റ് അടിക്കാൻ പോവാ. സർക്കാരും പോക്കറ്റ് അടിക്കാരനായി മാറുന്നു. നമ്മൾ എങ്ങനെ വക്കീൽ പോക്കറ്റ് അടിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് സർക്കാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സർക്കാർ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും ചെയ്യുന്നു. അവൻ കൈയിട്ട് വരുന്നുണ്ടല്ലോ, എങ്കിൽ നമ്മൾക്കും ഇതാണ് ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ട കാര്യം. അല്ല, അതിലൂടെ 150 കോടി രൂപയാണ് സമാഹരിക്കാൻ പോകുന്നത്. പാവപ്പെട്ടവൻ്റെ പൗരാവകാശങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശം ഇതൊക്കെ നിഷേധിക്കപ്പെടുന്നതിൻ്റെ പേരിൽ പരാതി പറയാൻ കോടതിയിലെത്തുന്ന ആളുകളുടെ പോക്കറ്റ് അടിച്ച് 150 കോടി രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശാപം കിട്ടില്ലേ? അല്ല, ശാപമില്ലായ്മയുടെ പ്രശ്നമല്ല, ഇവരുടെയൊക്കെ കാഴ്ചപ്പാടുകൾ മാറേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. ഇവനെ ഏതെങ്കിലും ഒരുത്തനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും കോടതിയിൽ നിന്ന് എത്ര കാശ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവനുണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു സാധനം, ആ സാധനം അവർ അവസാനം എന്ത് ചെയ്യുന്നു? ബഡ്ജറ്റിൻ്റെ പാർട്ടാക്കി മാറ്റുന്നു. അതിൽ നിന്ന് കുറേ പണം അപഹാസ്യമാണ് അല്ലേ? കുറേ പണം അതിനകത്ത് അതിൽ നിന്നും ശേഖരിക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല സർക്കാർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നുള്ളതാണ് അതിലുള്ള വിഷയം. ഞാൻ പറയും, ഇടതുപക്ഷമല്ല, ഏത് പക്ഷമായി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിനെയാണല്ല ഇവൻ എന്ത് ചെയ്യുന്നത്, ഇതുവഴി പാര വെക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കൺസെപ്റ്റ് നോക്കുന്നത് ഇവിടെ വേറൊരു പ്രശ്നം ശരിയല്ല. പക്ഷേ ഈ കോടതി ഒരു വരുമാന മാർഗം ആക്കാം എന്ന് സർക്കാരിന് തോന്നണമെങ്കിൽ കോടതിയിൽ വ്യവഹാരങ്ങൾ കൂടുന്നുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കുന്നുണ്ടാവും. അവർ പഠിച്ചിട്ടുണ്ടാവും. അല്ല, ഒപ്പം വ്യവഹാരങ്ങൾ കോടതിയിൽ കൂടുന്നുണ്ടെങ്കിൽ കൃത്യമായൊരു ഗവേണിംഗ് സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ലേ? നല്ല ഭരണം ഇല്ലാത്തതുകൊണ്ടാണ് കേസുകൾ കൂടുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കേസ് തീരുന്ന പ്രശ്നം രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്നുമാര് കേസ് ഒരിക്കലും തീർക്കില്ലല്ലേ. കാരണം ഒരു കേസ് പെട്ടെന്ന് തന്നെ തീർന്നു പോയി കഴിഞ്ഞാൽ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്നതായിട്ടുള്ള ഫീസിൻ്റെ ഉറവ് പറ്റിപ്പോകും. അല്ല, ഞാൻ കോടതിയുള്ള ഞാൻ പറയുന്നത് ഈ സംവിധാനങ്ങളെ ആളുകൾ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നു? ആളുകൾക്ക് കോടതിയിലുണ്ട് വേറെ ഒന്നും. കാരണം സർക്കാരിൻ്റെ പിടിപ്പുകളല്ലേ. സർക്കാർ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആളുകൾക്ക് കോടതി പോകണ്ട. അതായത് പല ഗവേണിംഗ് സംവിധാനങ്ങളും പരാജയപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് അവസാനത്തെ ആശ്രയമായിട്ട് കോടതി മാറുന്നത്. നമ്മൾ ചർച്ച തുടങ്ങുന്നതിന് അങ്ങനെയാണ്. ആളുകളുടെ ഇന്നത്തെ ഒരു സംവിധാനത്തിനകത്ത് ഏക പ്രതീക്ഷയായിട്ട് അവർ കാണണമെന്ന്. അപ്പോൾ അത് വരുമാന മാർഗമായി കാണുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭരണം പിടിപ്പുകെട്ടതാണെന്ന് സമ്മതിക്കലാണ്. അല്ല, ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എങ്ങനെ പണമുണ്ടാക്കി ഇനി അടുത്ത് വരുന്നതായിട്ടുള്ള വർഷത്തെ സാക്ഷാത്കരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ കിട്ടാവുന്ന പണം അത് ശേഖരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളിലേക്ക് വേണം. ഇതിൻ്റെ തുടർച്ചയാണ് രണ്ടാമത് പറഞ്ഞത്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആയിരിക്കുന്ന നമ്മുടെ ഈ പരിസ്ഥിതി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പാരിസ്ഥിതികമായിട്ട് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമില്ല എങ്കിൽ നമ്മളുടെ മൊത്തം ജീവിതത്തെ സംരക്ഷിക്കാനായിട്ടുള്ള സംവിധാനമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഊർജ്ജ മേഖലകളെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ് എന്ന് കാലാവസ്ഥ ശാസ്ത്രജ്ഞന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാരമ്പര്യേതര ആശ്രയിക്കുന്നത്. ഇപ്പോൾ കൽക്കരി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള വലിയ ആഘാതങ്ങൾ വലിയ ആഘാതങ്ങൾ അത് തീർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഫോസിൽ ഫ്യൂവൽ അത് ഏതാണ്ട് തീരാൻ പോവുകയാണ് ചെയ്യുന്നത്. അതുണ്ടാക്കുന്ന പ്രശ്നം ഇതൊക്കെ തന്നെ ആഗോളതാപനം എന്ന് പറയുന്ന പ്രതിഭാസത്തെ വളർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും തന്നെ ഈ കാർബൺ ന്യൂട്രൽ സംവിധാനത്തെക്കുറിച്ച് ലോകം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് പകരമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വരും. അപ്പോൾ എല്ലാ സർക്കാരും എന്നുവെച്ചാൽ എല്ലാ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ആത്യന്തികമായി ചെയ്യുന്നൊരു ജോലി എന്ന് പറയുന്നത് അതിൻ്റെ നികുതി കുറയ്ക്കുക. നികുതി കുറച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വാങ്ങാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇവിടെ നികുതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് വാങ്ങണ്ട, പകരം ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വാങ്ങിച്ചാൽ മതി എന്നുള്ള സന്ദേശം അതിനകത്തുണ്ട്. സർക്കാരിന്റെ ഗുണമാണ് കൂടുതൽ ഒരു എണ്ണ വിറ്റാലേ സർക്കാർ കൂടുതൽ കാശ് കിട്ടുള്ളൂ. അതെ, രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, കൂടുതൽ പെട്രോൾ വിറ്റ് അതിൽ നിന്ന് വരുമാനം കിട്ടുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാരെങ്കിലും വാങ്ങിക്കാനായിട്ട് പ്രേരിതനാകുന്നുണ്ടെങ്കിൽ അവനെയും അതിൽ നിന്ന് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അത് രണ്ടും വളരെ മോശമായിട്ടുള്ള സമയമാണ്. മൂന്നാമത്തെ കാര്യം പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല, സമയമായെങ്കിൽ പോയി. കാരണം വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാവർക്കും വിദേശ വിദ്യാർത്ഥികളെ സർവകലാശാല കൊണ്ടുവന്നിട്ടാണ് പിന്നെ വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് നമ്മളുടെ ഇപ്പം നിലനിൽക്കുന്ന പഠിക്കാനായിട്ട് അല്ല നമ്മളുടെ ഈ സർവകലാശാലകൾ
നമ്മളുടെ കോളേജുകളിൽ പഠിക്കാനായിട്ട് വിദേശത്ത് നിന്ന് ഒരു വിദ്യാർത്ഥിയും വരില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിട്ടുള്ള സർവകലാശാലകളും അതേപോലെ തന്നെ കോളേജുകളും മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഭൗതിക സാഹചര്യത്തിൽ പോലും. അപ്പോൾ അത്ര മെച്ചപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മളുടെ പഴയ സർക്കാർ കോളേജുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ തൊഴുത്ത് പോലത്തെ കോളേജുകളാണ് പലതും. എന്താ വെച്ചാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മോശമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിദേശ വിദ്യാർത്ഥികൾ വരും എന്ന് കരുതുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള കഴമ്പുമില്ല. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒരുപാട് പോകുന്നുണ്ട് പുറത്തേക്ക്. ബ്രിട്ടനിലേക്ക് പോകുന്നു വിദ്യാർത്ഥികൾ, ഇറ്റലിയിലേക്ക് പോകുന്നു, ആസ്ട്രേലിയയിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരിക? അസാധ്യമായ കാര്യമാണ്. അത് നടക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ശ്രീനിവാസനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പറയുന്നത് വിദേശ വിദ്യാഭ്യാസം കാരണത്ത് അടി കിട്ടി SFIക്കാരുടെ. അതെ, അത് അദ്ദേഹത്തിന് അടി കിട്ടിയെങ്കിലും അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ശരിയായിട്ടുള്ള വഴിയിൽ ചലിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ സംവിധാനം കൊണ്ടുവരുന്ന സമയത്ത്. ഇപ്പോൾ ഇടതുപക്ഷം നേരത്തെ എടുത്തിരുന്നതായിട്ടുള്ള സ്റ്റാൻഡ് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ഞങ്ങൾ നേരത്തെ എടുത്തിരുന്ന നിലപാടുകളെല്ലാം തെറ്റാണ് എന്നവർ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ശ്രീനിവാസനെ പോലെയുള്ളതായിട്ടുള്ള വിദഗ്ധർ പറയുന്നതാണ് ശരി എന്ന് അംഗീകരിക്കുകയും അന്ന് അദ്ദേഹത്തെ കരണത്തെ അടിച്ചത് ശരിയല്ല എന്ന് ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതിൻ്റെ നിലനിൽക്കുന്നു. SFI മാപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല. മാപ്പ് പറയേണ്ട, പ്രവർത്തനത്തിലൂടെ മാപ്പ് എന്ന് പറയുന്നതാണ് ഈ പ്രവർത്തനത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് മൗലികമാണ് കേരളത്തിന് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നില്ല. കേരളത്തിൽ ആരുമില്ല അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാനായിട്ട്. നമുക്ക് പുതിയ കാലാവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളില്ല, മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ കുട്ടികളെന്ന് പറഞ്ഞാൽ ഉത്സാഹം പഠിക്കാത്ത കുട്ടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന അവരുടെ രീതികൾക്ക് ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പഠിക്കുന്നതിന് പകരം അവർക്ക് വിവരമില്ലെന്നോ അല്ലെങ്കിൽ കഴിവില്ലെന്നോ അല്ല അർത്ഥം. നമ്മളിവരൊക്കെ ട്രെയിൻ ചെയ്താണുള്ള ഒരു പ്രത്യേക തരത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത്തരത്തിലുള്ള ട്രെയിനിങ്ങിൻ്റെ വലിയ അഭാവം യഥാർത്ഥത്തിൽ നമ്മുടെ സർവകലാശാലകളിലുണ്ട്, നമ്മുടെ കോളേജുകളിലുണ്ട്. അതേപോലെ തന്നെ അവരെ അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്നതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കുണ്ട്. കുട്ടികളെല്ലാം തന്നെ മിക്കവാറും തന്നെ മത്സര പരീക്ഷ എഴുതാൻ മാത്രം പഠിക്കുന്ന കുട്ടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ ഇപ്പോൾ നീറ്റ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ JEE എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ മാത്രം പഠിക്കുന്ന കുട്ടികളായി മാത്രമേ അവർക്ക് അറിയാൻ പാടുള്ളൂ. ആ പരീക്ഷ എങ്ങനെ ജയിക്കണമെന്ന് മാത്രം പഠിക്കുന്ന കുട്ടികളായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തകരാർ. സ്റ്റെം ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ് ലോകത്ത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിപ്പിക്കാനോ അതിൻ്റെ വഴിയിലേക്ക് ഇവരെ നടത്തുന്നതിന് വേണ്ടിയുള്ള ചിന്തയുണ്ടാകുന്നതിന് പകരമായിട്ട് ഈ നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോകുന്നതിന് പകരം ആ സർവകലാശാലകളെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് അവിടുത്തെ കുട്ടികളെയും കൂടി ഇവിടുത്തെ കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാം എന്ന് പറയുന്ന ചിന്ത അതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. അത് നടക്കുമെന്നുള്ളത് നമ്മളൊരു പദ്ധതി പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോഴേ അതിൻ്റെ അതെങ്ങനെ ഫ്യൂസിബിളാവും എന്നുള്ളതിനെക്കുറിച്ച് സാധാരണ ആലോചിക്കൂലേ? ആ ആലോചന ഉണ്ട് ഇതിൻ്റെ അകത്ത്. അല്ല, ഏതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ നമ്മളെടുത്ത ഒരു റാൻഡം ചെക്കിങ്ങിൽ നമ്മളെടുത്ത 3 പോയിൻറ്റ്സാണ്. ഇത് 3 നോക്കുമ്പോൾ ഒരു വലിയ ഹിമാലയൻ ബ്ലണ്ടറാണ് എന്ന് തോന്നുന്നു. ബ്ലണ്ടർ എന്ന് പറയുന്നത് നമ്മൾ പറയല്ലോ ഒരു വിഷൻ വേണമല്ലോ ഒരു സൊസൈറ്റിയെ ഡീൽ ചെയ്യാൻ. ആ വിഷൻ ഇല്ലാത്ത തീരുമാനങ്ങളായിട്ടാണ് 3 നമുക്ക് അന്ന് പറഞ്ഞതുപോലെ ആരോടോ പറഞ്ഞു എന്തൊക്കെയാണ് കാശുണ്ടാക്കാൻ പറ്റുന്ന വഴി എല്ലാം കൂടെ കുത്തിക്കെട്ടി ബഡ്ജറ്റ്. അതായത് ഭരണകൂടങ്ങൾക്ക് എപ്പോഴും കാശുണ്ടാക്കുന്ന വഴികളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഭാവിയിൽ അവരെടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ എങ്ങനെ സമൂഹത്തിന് ഗുണകരമായി തീരും എന്ന് പറയുന്ന ചിന്തയാണ്. പതിവ് പല്ലവിയുണ്ട്, കേന്ദ്രം സഹായിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ല, അത്തരം പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അത് വേറെ വിഷയമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതല്ല. കേന്ദ്രം നോക്കിയിട്ടാണ് ഇവർ ഭരിക്കാൻ കയറുന്നത്. കേന്ദ്രത്തിൽ എന്താണ് ഈ ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതി വരെ പോയിട്ട് ഈ വാദം തോറ്റുപോയി. സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചില്ല, നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു, പിന്നെ എന്തെങ്കിലും വേണേ കൊടുത്തോ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് കേന്ദ്രത്തിൽ ഇവരുടെ ഗവൺമെൻറ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരിവിടെ ഭരിക്കാൻ കയറുന്നത്. അല്ലല്ലോ. അല്ല, പഴയ മുദ്രാവാക്യം ഇപ്പോൾ ഇല്ലേ, ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറും. അല്ല, ഞാൻ അതൊക്കെ പറഞ്ഞതൊക്കെ തമാശകളല്ലേ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യം ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത തമാശ അല്ല. അതല്ല, അത് അങ്ങനെ അതൊരു ആ കാലഘട്ടത്തിൻ്റെ ആവേശമായിട്ട് പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ അല്ലാണ്ട് നമ്മളുടെ സമകാലീന യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലാത്തതാണ്. അത് വിട്ടുകളയാം. ഏതായാലും ബജറ്റിനെ കുറിച്ച് നമ്മൾ ഈ ബജറ്റ് നല്ലതോ ചീത്തയോ എന്നല്ല പറഞ്ഞത്. നമുക്ക് തോന്നിയ ശ്രദ്ധേയമായ 3 പോയിന്റുകൾ എടുത്തു. 3 ഈ പറഞ്ഞ പോലെ മനുഷ്യ ജീവിതവുമായി
സമൂഹമായും നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണ്. അത് നോക്കിയപ്പോൾ വിചിത്രമായി തോന്നിയത് കൊണ്ടാണ് ഈ 3 പോയിന്റുകൾ നമ്മൾ സംസാരിച്ചത്. ഏതായാലും പിയേഴ്സൺ മാഷ് അതേക്കുറിച്ച് വളരെ കൂടുതലായിട്ട് ആളുകൾ ചിന്തിക്കാൻ പോകുന്ന ചില ഇൻപുട്സാണ് നമുക്ക് കിട്ടിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.